സ്വഹീഹാകണമെങ്കിൽ, പൂർണ്ണമായും അതിന് ഉത്തരം ലഭിക്കണമെങ്കിൽ ഹംദ് പറഞ്ഞിട്ട് സ്വലാത്ത് പറയണം. മദീന പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിട്ടൊരു സ്വഹാബി ദുആ ചെയ്തു. ദുആ ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. നല്ല വചനങ്ങളാണ് ദുആർക്കുന്നത്. പക്ഷേ ദുആഇന്റെ മുമ്പ് ഹംദില്ല, സ്വലാത്തില്ല. ദുആ മാത്രം ചൊല്ലിയിട്ട് എഴുന്നേറ്റ് പോയപ്പോ തങ്ങൾ പറഞ്ഞു, അജില ഹാദാ, അജില ഹാദാ. ഈ സ്വഹാബിക്ക് തിരക്കായി പോയി, ഈ സ്വഹാബിക്ക് തിരക്ക് കൂടി പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് മഹാനവറുകൾ കൈയുയർത്തി ദുആർക്കുകയാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദ് ചൊല്ലിയിട്ട് പിന്നെ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് സ്വലാത്തും ചൊല്ലിയിട്ട് അങ്ങനെ ദുആർക്കുമ്പോ പിറകിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സൽ, ചോദിച്ചോളൂ, എത്രയും ചോദിച്ചോളൂ, തുഴുത്ത, നിങ്ങളെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകപ്പെടും. എന്തേ ആദ്യം ദ്വാരുന്ന ആൾക്ക് ഇങ്ങനെ പറയാതിരുന്നത്? ആ ദ്വാരുന്ന ആള് ഹംദും സ്വലാത്തും ചൊല്ലിയില്ല. ഹംദും സ്വലാത്തും ഒരു സമർപ്പണമാണ്. ആ ഹംദും സ്വലാത്തും ഒരു വലിയ ഇബാദത്താണ്, അദബാണ്. അത് നിർവഹിക്കാതെ ദുആഇന് ഉത്തരമില്ലെന്ന് പറയുമ്പോ എത്രമാത്രം വലിയ മഹത്വമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിന്, സ്വലാത്ത് ചൊല്ലുന്നവരുടെ ദുആഇന് വലിയ ഉത്തരമുണ്ട്. അത് വെറുതെ പറഞ്ഞതല്ല. ഹംദും സ്വലാത്തും ദുആഇന്റെ ഉത്തരം കിട്ടാൻ വലിയ കാരണമാണ്. നാട്ടിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു അപായം, അപകടം വന്നാൽ, മാനഹാനി വരുത്തുന്നൊരു വിഷയം വന്നാൽ, മുസ്ലിങ്ങളോട് ഇസ്ലാമിന്റെ നിർദ്ദേശം അത് പബ്ലിസിറ്റി ചെയ്യാനല്ല, സത്ർ ചെയ്യാനാണ്, അല്ലെ? മറച്ചു വെക്കണം. ഒരാളെ ഒരു വിഷയത്തിൽ പിടിക്കപ്പെട്ടു എന്ന് കൂട്ടിക്കൊണ്ടു, എന്തെങ്കിലും ഒരു കാര്യത്തിൽ, എന്തെങ്കിലും കളവിലോ അല്ലെങ്കിൽ പെൺകേസിലോ അല്ലെങ്കിൽ ഇപ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ലഹരി കേസിൽ എന്തെങ്കിലും പിടിച്ചു നോട്ടിക്കോ, നമ്മൾ അവിടെ നിർവഹിക്കേണ്ട ഒരു ഡ്യൂട്ടി ഉണ്ട്. എന്താണത്? സത്ർ ചെയ്തുകൊണ്ട് അയാളെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സാരോപദേശം കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ആ ഒരു വിവരം കിട്ടിയ ഉടനെ തന്നെ രണ്ട് തരക്ക് കൈകൊണ്ട് എഴുതിയിട്ടും നാവ് കൊണ്ട് പറഞ്ഞിട്ട് ആ മെസ്സേജ് വിട്ടു. അങ്ങനെ വിദേശത്തുള്ള ആൾക്കാരെ വിളിച്ചു ചോദിക്കാണ്, ഇവിടെയുള്ള ആൾക്കാരോട് ഇങ്ങനെ സംഭവം അവിടെ ഉണ്ടായോ? സത്യത്തിൽ നമ്മൾ ഏൽപ്പിച്ച ഡ്യൂട്ടി അല്ല അത്. കയ്യിനെ ഏൽപ്പിച്ച ഡ്യൂട്ടിയല്ല, നാവിനെ ഏൽപ്പിച്ച ഡ്യൂട്ടിയുമല്ല. സത്ർ ചെയ്യാനാണ് മുഅ്മിനീങ്ങളോടുള്ള കൽപ്പന. സത്റു ഔറാത്തിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ സ്വകാര്യതകൾ മറച്ചു വെക്കണം എന്ന് പഠിപ്പിക്കുന്ന അധ്യായം എന്ന് എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും കാണാം. ഇത് പറയുമ്പോ നമ്മൾ ആൾക്കാർ പറയാം, അത് ഉസ്താദേ നമ്മളോടല്ല വേറെ കൂട്ടരോടാണ്. വേറെ ആരോടാ? നമ്മളോടാണ് നിർദ്ദേശം. ബാബു സത്രി ഔറാത്തിൽ മുസ്ലിമീൻ, അവരുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് പബ്ലിസിറ്റി ചെയ്യാൻ അല്ലാഹു തആല കൽപ്പിച്ചിട്ടില്ല. ഉപദേശിക്കാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. പറ്റുന്ന രൂപങ്ങളൊക്കെ അതിന് സ്വീകരിക്കേണ്ടതുണ്ട്. നാവ് കൊണ്ട് ചെയ്യേണ്ട ഉപദേശങ്ങൾ ചെയ്യണം, കൈകൊണ്ട് ചെയ്യേണ്ട ഉപദേശങ്ങൾ ചെയ്യണം. മിണ്ടാതിരിക്കാൻ പാടില്ല. നമ്മൾ കൈകൊണ്ട് നിർവഹിക്കേണ്ടതും നാവ് കൊണ്ട് നിർവഹിക്കേണ്ടതും ഖൽബ് കൊണ്ട് നിർവഹിക്കേണ്ടതും ഒരു ഡ്യൂട്ടിയുണ്ട്. മൻ റആ മിൻകും മുൻകറൻ ഫല്യുഗയ്യിർഹു ബിയദിഹി, ശർഅ് വിരോധിച്ച ഒരു കാര്യം കണ്ടാൽ കൈ കൊണ്ട് അതിനെ എതിർക്കണം, സാധ്യമാകുമെങ്കിൽ. എന്നിട്ടത് നിർത്തലാക്കണം. ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടോ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടോ അല്ല. വിഷയങ്ങൾ സ്വകാര്യമായി എഴുതി കൊടുത്തുകൊണ്ട് അതിന്റെ കാര്യഗൗരവങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക വീക്ഷണങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തിയിട്ട് നിർത്തലാക്കണം. കൈകൊണ്ട് തടയാൻ പറ്റൂലെങ്കിൽ നാവ് കൊണ്ട് നല്ലോണം പറഞ്ഞു കൊടുക്കണം. സ്വകാര്യമായി വിളിച്ച് ഉപദേശിച്ചുകൊണ്ട് നിർത്തലാക്കണം. രണ്ടും അവിടെ നടക്കൂലെങ്കിൽ ഖൽബ് കൊണ്ട് അതിനോടൊരു വിരോധവും വെറുപ്പും പ്രകടിപ്പിക്കണം. നാട്ടിൽ ഒരാൾക്ക് എന്തെങ്കിലും ആളുകളെ നോക്കുകൊണ്ട് നിങ്ങൾ അവരെ ഖൽബ് ക്ലിയർ ആയിരിക്കും. കാരണം കേടായ ചിത്രങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. കണ്ണ് ജന്മനാ കാണാത്ത ആളെ ഖൽബ് ശുദ്ധായിരിക്കും. ഇത് നോക്കിയിട്ടല്ലേ ഹസദും കിബറും റിയാഉം ശഹ്വത്തും ഹിർസും എല്ലാത്തിന്റെയും അടിസ്ഥാനം ഏതാ? നോട്ടാണ്. നോക്കിയിട്ടാണല്ലോ.
എന്താ മോനങ്ങനെ നോക്കിയിട്ടാണല്ലോ, എന്താ മറ്റോനങ്ങനെ, അതിങ്ങനെ കണ്ണോണ്ടുള്ള നോട്ടല്ലേ. എന്താ ഓൻക്ക് മാത്രം അങ്ങനെ ഒരു സ്ഥാനം, എന്താ ഓൻക്ക് അങ്ങനെ അള്ളാഹു തആല കൊടുക്കാൻ, എന്താ എനിക്കങ്ങനെ തന്നൂടെ? ഓനെ പഠിച്ചാൽ അള്ളാഹു തആല എന്നെയും പഠിച്ച്, എന്താ ഓന്റെ മക്കള് മാത്രം അങ്ങനെ? ഇങ്ങനെ വിവിധ ചിന്തകൾ നമ്മളെ കൽബിൽ ഉരുണ്ടുകൂടാനുള്ള കാരണം നോട്ടാണ്. കുല്ലുൽ ഹവാദിസി മബ്ദാഹാ മിനൻ നദരി വമുഅ്ലമുൻ നാരി മിൻ മുസ്തസ്ഗിരിശ് ശറരി. എല്ലാ വിപത്തുകളുടെയും തുടക്കം നോട്ടമാണ്, നോട്ടമാണ് എല്ലാ വിപത്തുകളുടെയും ആരംഭം. വലിയ വലിയ തീ ഉണ്ടാകുന്നത് ചെറിയ ചെറിയ പൊരി കൂടിയിട്ടല്ലേ? ചെറിയ തീ പൊരി ഇങ്ങനെ കട്ടി കൂടി കൂടി വരുമ്പോ വലിയ തീയായി മാറുന്നു. വലിയ വലിയ വിപത്തുകളിലേക്ക് ചെറിയ 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 കാര്യങ്ങൾക്ക് തുടക്കം കണ്ണാണ്. കണ്ണങ്ങനെ നോക്കി തുടങ്ങുമ്പോൾ പല ചിത്രങ്ങളും മനസ്സിൽ തെളിയുകയാണ്. കണ്ണ് ഇല്ലാത്ത ആളുകളെ നോക്കൂണ്ട് നിങ്ങൾ.